യിലേക്ക് ഒതുപോകണം. വർക്കലയിൽ യുവാവ് വീടിനുള്ളിൽ മരിച്ച നിലയിൽ. വർക്കല ചിലക്കല്ലൂർ സ്വദേശി എസ് ഉണ്ണികൃഷ്ണനാണ് മരിച്ചത്. മൃതദേഹത്തിന് 3 ദിവസം പഴക്കം തോന്നിക്കും. അടച്ചിട്ടിരുന്ന വീട്ടിനുള്ളിൽ നിന്ന് ദുർഗന്ധം വമിച്ചതോടെ അയൽവാസികൾ പോലീസിൽ അറിയിക്കുകയായിരുന്നു. ഭാര്യയും മക്കളും ഭാര്യയുടെ വീട്ടിലായതിനാൽ 2 മാസമായി ഉണ്ണികൃഷ്ണൻ ഒറ്റയ്ക്കായിരുന്നു താമസം. പോലീസും ഫോറൻസിക് സംഘവും വീട്ടിൽ പരിശോധന നടത്തി. അഭിലാഷ് വിവരങ്ങൾ പങ്കുവെക്കും. അഭിലാഷ്, ഇത് ആത്മഹത്യ എന്ന തരത്തിൽ തന്നെയാണോ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്, അതോ മറ്റെന്തെങ്കിലും ദുരൂഹത സംശയിക്കുന്നുണ്ടോ? രഞ്ജിത്ത്, ഈ സംഭവത്തിൽ ദുരൂഹത ഉള്ളതായി ഒന്നും തന്നെ പോലീസ് പറയുന്നില്ല. എന്നാൽ ആത്മഹത്യയാണെങ്കിൽ തന്നെ അതിനുള്ള കാരണം എന്താണ് എന്ന രീതിയിലുള്ള അന്വേഷണമാണ് പോലീസ് ഇപ്പോൾ നടത്തുന്നത്. ഉണ്ണികൃഷ്ണൻ കഴിഞ്ഞ 2 മാസമായി വീട്ടിൽ ഒറ്റയ്ക്കായിരുന്നു താമസം. വെൽഡിംഗ് തൊഴിലാളിയായിരുന്നു ഇയാൾ. വീടിനുള്ളിൽ നിന്നും ശക്തമായ ദുർഗന്ധം ഉണ്ടായതിനെ തുടർന്നാണ് പരിസരവാസികൾക്ക് സംശയം തോന്നുകയും ഇവർ പോലീസിനെ വിവരം അറിയിക്കുകയും ചെയ്തത്. പോലീസ് എത്തിയാണ് ഈ വീട് തുറന്നു നോക്കിയത്. അപ്പോൾ വീടിനകത്തു നിന്നും പൂട്ടിയ നിലയിലായിരുന്നു വീട്. ആ വീടിനുള്ളിൽ തന്നെയാണ് മൃതദേഹം കണ്ടെത്തിയതും. അവിടെ തന്നെ ദുരൂഹത ഒന്നും തന്നെ ഇത്തര രീതിയിൽ ഉള്ളതായി പോലീസ് പറയുന്നതുമില്ല. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടി മറ്റുള്ള നടപടിക്രമങ്ങൾക്ക് ശേഷം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇയാളുടെ കുടുംബ പശ്ചാത്തലമൊക്കെ എന്താണ്? ഭാര്യയും മക്കളും വീട്ടിലായിരുന്നു അവരുടെ വീട്ടിലായിരുന്നു എന്ന് മനസ്സിലാകുന്നു. ഒറ്റയ്ക്ക് താമസം എന്ന് പറയുമ്പോൾ കുടുംബ പ്രശ്നങ്ങൾ വല്ലതും മറ്റെന്തെങ്കിലും സംഭവം ആത്മഹത്യയാണെങ്കിൽ അതിനെ പ്രേരിപ്പിച്ചിട്ടുണ്ടോ അഭിലാഷ്? അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും തന്നെ പോലീസ് പറയുന്നില്ല. എന്നാൽ 2 മാസമായി ഭാര്യ ധന്യ വീട്ടിലായിരുന്നു, ഭാര്യയുടെ വീട്ടിൽ തന്നെയായിരുന്നു. ഈ സമയം രഞ്ജിത്ത് മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത്. ഇവർ കുടുംബസമേതം ഭാര്യയും 2 മക്കളും രഞ്ജിത്തുമാണ് ആ വീട്ടിൽ താമസിച്ചിരുന്നത്. ഇതിനിടയിലാണ് ഭാര്യ 2 മാസം മുന്നേ വീട്ടിലേക്ക് പോയത്. അതിനുശേഷം ആ വീട്ടിൽ ഒറ്റയ്ക്കായിരുന്നു എന്നുള്ള കാര്യം മാത്രമാണ് പോലീസ് പറയുന്നത്. പരിസരവാസികൾക്ക് ഇതിൽ കൂടുതലായും തന്നെ ഇവർ തമ്മിൽ ഉള്ള പ്രശ്നങ്ങളെ സംബന്ധിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല. ബന്ധുക്കളും ഇത്തരത്തിൽ പരാതിയോ ആരോപണങ്ങളോ ഒന്നും ഇതുവരെയും പോലീസിനോട് അതുമായി സമീപിച്ചിട്ടില്ല. ഈ ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന ആൾക്ക് മറ്റെന്തെങ്കിലും ജോലി ഉണ്ടായിരുന്നോ? ഇയാൾക്ക് മറ്റെന്തെങ്കിലും തരത്തിൽ സംശയിക്കത്തക്ക തരത്തിൽ കാര്യങ്ങൾ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ടോ? ഇങ്ങനെ വീട്ടിൽ ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരാൾ മറ്റുള്ളവരൊക്കെ അങ്ങോട്ടേക്ക് എത്തിയിരുന്നില്ല, 3 ദിവസമായി മരിച്ചിട്ട് 3 ദിവസമായി എന്നൊക്കെ പറയുമ്പോൾ മറ്റു തരത്തിൽ അയൽവാസികളുമായി ഒന്നും ബന്ധമില്ലാത്ത തരത്തിലുള്ള കാര്യങ്ങളായിരുന്നോ? എങ്ങനെയാണ് പോലീസ് അത്തരത്തിൽ എന്തെങ്കിലും കാര്യങ്ങൾ പങ്കുവെക്കുന്നുണ്ടോ അഭിലാഷ്? മരിച്ച ഉണ്ണികൃഷ്ണൻ വെൽഡിംഗ് തൊഴിലാളിയായിരുന്നു. അപ്പം വെൽഡിംഗ് ജോലിയുമായി ബന്ധപ്പെട്ട് തന്നെ മിക്കവാറും ദിവസങ്ങളോളം വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു പതിവുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ സുഹൃത്തുക്കളെല്ലാം തന്നെ ഈ ജോലിയുമായി ബന്ധപ്പെട്ട് പോയതായിരിക്കും എന്ന രീതിയിലാണ് കരുതിയത്. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ആർക്കും സംശയം തോന്നിയിരുന്നതുമില്ല. ഇന്നലെ ഈ മൃതദേഹം കണ്ടെത്തിയപ്പോഴാണ് ബന്ധുക്കൾ ഈ പലരും അറിയുന്നത് രഞ്ജിത്ത് ഉണ്ണികൃഷ്ണൻ വീട്ടിലുണ്ടായിരുന്നുള്ള വിവരം തന്നെ അറിയുന്നത് ആ സമയത്താണ്. അപ്പം അതിൽ മറ്റേ ദുരൂഹതകളൊന്നും തന്നെ പോലീസും ഉന്നയിക്കുന്നില്ല. അഭിലാഷാണ് ആറ്റിങ്ങിൽ നിന്ന് വിവരങ്ങൾ പങ്കുവച്ചത്. തിരുവനന്തപുരം വർക്കലയിലാണ് യുവാവ് വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ചിലക്കല്ലൂർ സ്വദേശി ഉണ്ണികൃഷ്ണനാണ്. മരണത്തിൽ ദുരൂഹത സംശയിക്കുന്നില്ല.